ഹായ് എവരി വൺ. ഇന്നത്തെ സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡേറ്റ ടൈപ്സ് എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ആസ് ദ നെയിം സേസ് ഇറ്റ് റെഫേഴ്സ് ടു ദ ടൈപ്പ് ഓഫ് ദി ഡേറ്റ. അതായത് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ടൈപ്പ് എന്താണ്, അതുതന്നെയാണ് ഡേറ്റ ടൈപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ കേസ് നോക്കിയാൽ ആ സ്റ്റുഡൻറ്റിന് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡേറ്റാസ് ഉണ്ടായിരിക്കും? നെയിം ഉണ്ടായിരിക്കും, അയാൾക്ക് ഏജ് ഉണ്ട്, റോൾ നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ സബ്ജക്റ്റ് ഉണ്ട്. ഏതൊക്കെ സബ്ജക്റ്റിന് മാർക്കുകൾ ഉണ്ടായിരിക്കും, ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കുകൾ ഉണ്ടായിരിക്കും, ഗ്രേഡ് ഉണ്ടാവാം. ഇതെല്ലാം ടൈപ്പുകളാണ്. പക്ഷെ നോക്കിക്കേ, ഈ ടൈപ്പ് എല്ലാം വ്യത്യസ്തമല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സുകളല്ലേ. ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് നെയിം എന്ന് പറയുമ്പം തന്നെ നെയിം എന്താണ്? ഒരു സ്ട്രിങ് ടൈപ്പാണ്, അതായത് ക്യാരക്ടേഴ്സിൻ്റെ കൂട്ടമാണ്. അതുപോലെ തന്നെ ഒരു മാർക്ക് എടുത്താലോ അതൊരു നമ്പറാണ്, നമ്പർ സിസ്റ്റത്തിൻ്റെ കൂട്ടത്തിൽ പെടുന്നതാണ്. അപ്പം അതൊന്നെങ്കിൽ ഇൻറ്റീജർ ടൈപ്പ് ആവാം, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആവാം. ഇനി ഒരു ഗ്രേഡ് എടുത്താലോ, ഗ്രേഡ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ആവാം. അപ്പം എല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റാസാണ് ആ സ്റ്റുഡൻറ്റിനെ ബേസ് ചെയ്ത് തന്നെ വരുന്നത്. അതുതന്നെയാണ് ഡേറ്റ ടൈപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. C++ൽ 3 ടൈപ്സ് ഓഫ് ഡേറ്റാസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ്. ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു ടേമും കൂടെ പറയാം, ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്സ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. ആൻഡ് തേർഡ് വൺ ഈസ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ്. നമുക്ക് ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്യാം ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ്. ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു ടേമും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, ബിൽറ്റ് ഇൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ സോഫ്റ്റ്വെയറിനോടൊപ്പം തന്നെ കുറച്ച് ഡേറ്റാസും കൂടെ ആഡ് ചെയ്താൽ അവയെ പറയുന്ന പേരാണ് ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്സ് എന്ന് പറയാം. അങ്ങനെയെങ്കിൽ C++ കമ്പൈലർ തന്നെ ഡിഫൈൻ ചെയ്യുന്ന ഡേറ്റ ടൈപ്സുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ് എന്ന് പറയാം. അത് മെയിനായിട്ട് 5 ടൈപ്സ് ആണുള്ളത്. നമ്പർ 1 ഇൻറ്റീജർ, സെക്കൻഡ് ക്യാരക്ടർ ടൈപ്പ്, തേർഡ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ടൈപ്സ്, അത് ഫ്ലോട്ട് എന്ന് പറയുന്നു, ഫോർത്ത് വൺ ഈസ് ഡബിൾ, ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് വോയിഡ്. ഇനി ഇൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇൻറ്റീജർ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? പോയിൻ്റ് ഇല്ലാത്ത പൂർണ്ണ നമ്പേഴ്സിനെയാണ്, പൂർണ്ണ സംഖ്യകളെയാണ് നമ്മൾ ഇൻറ്റീജർ എന്നുള്ള ഗ്രൂപ്പിൽ പെടുത്തുന്നത്. അത്തരം നമ്പേഴ്സിനെ മെമ്മറിയിൽ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇൻ്റ് എന്നുള്ള ഡേറ്റ ടൈപ്പ്. അപ്പം ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇൻ്റ് ഒരു വേരിയബിൾ നെയിം കൊടുത്താൽ ആ വേരിയബിൾ എന്തായിട്ട് മാറും? ഇൻറ്റീജർ നമ്പേഴ്സിനെ മാത്രം ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വേരിയബിൾ ആയിരിക്കും. ഇൻറ്റീജർ ഡേറ്റ ടൈപ്സ് മെമ്മറിയിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് 2 ബൈറ്റ് മെമ്മറിയാണ് വേണ്ടത്. പിന്നെ രണ്ടാമത്തെ ക്യാരക്ടർ ടൈപ്പ്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, പങ്ക്ച്വേറ്റേഴ്സ് ഇവയൊക്കെ സൂക്ഷിക്കാൻ നമ്മൾ ഒരു ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ? ഈ ക്യാരക്ടർ സെറ്റുകളെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡേറ്റ ടൈപ്പുകളെയാണ് ക്യാർ എന്നുള്ള ആ ഒരു ഡേറ്റ ടൈപ്പ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുക. അപ്പം ഇത് മെയിനായിട്ടും എന്താണ്? ക്യാരക്ടർ സെറ്റുകളെ തന്നെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതിന് മെമ്മറിയിൽ ഹോൾഡ് ചെയ്യാൻ 1 ബൈറ്റ് മെമ്മറിയെ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സിനെ, അതായത് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പേഴ്സാണ്. ഇപ്പം 1.33 എന്നൊക്കെ പറഞ്ഞ് പോകുന്ന നമ്പേഴ്സിനെയൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫ്ലോട്ട് എന്നുള്ള ഡേറ്റ ടൈപ്പ്. ഇതിന് 4 ബൈറ്റ് മെമ്മറിയാണ് ആവശ്യമുള്ളത്. ഈ ഫ്ലോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോയിൻറ്റിന് ശേഷം നമ്മളിപ്പം 1 പോയിൻ്റ് എന്നതിന് ശേഷം നമുക്ക് 7 ഡിജിറ്റ്സ് വരെയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് 1.1234567 എന്ന് പറയുന്ന ആ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെയും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ്. അങ്ങനെയെങ്കിൽ ഡബിൾ ഡേറ്റ ടൈപ്പ് എന്തായിരിക്കാം? ഡബിളും ഇത് തന്നെയാണ്, ഫ്ലോട്ട് പോലെ തന്നെ, പക്ഷെ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് ഡേറ്റാസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഡബിൾ ഡേറ്റ ടൈപ്സ്. ഇതിന് മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോട്ടിനെക്കാട്ടിലും ഇരട്ടിയായിരിക്കും. ഫ്ലോട്ടിൻ്റെ ടൈപ്സ് എത്രയായിരുന്നു? 4 ബൈറ്റ് അല്ലേ? അപ്പോൾ ഡബിളിന് വരിക 8 ബൈറ്റ് മെമ്മറിയാണ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പോയിൻറ്റിന് ശേഷം നമുക്ക് 15 വാല്യൂസിനെയും കൂടെ എന്ത് ചെയ്യാൻ സാധിക്കും? കൂടുതൽ ചേർക്കാനായിട്ട് സാധിക്കും. ഫ്ലോട്ടിന് 7 ഡിജിറ്റ്സുകളാണെങ്കിൽ ഡബിളിന് 15 വാല്യൂസും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെയുള്ളത് വോയിഡ് എന്ന് വെച്ചാൽ നള്ള്, എംപ്റ്റി ഡേറ്റാസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വോയിഡ്. ഇതിന് പ്രത്യേകിച്ച് മെമ്മറിയുടെ ആവശ്യം തന്നെ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ 0 ബൈറ്റ് ആയിരിക്കും ആവശ്യമുള്ളത്. പക്ഷേ മെമ്മറി വേണ്ട, സ്പേസ് വേണ്ട എന്ന് തന്നെ അർത്ഥമാണ്. അതുപോലെ തന്നെ വോയിഡിന് റിട്ടേൺ വാല്യൂസ് ഒന്നും ആവശ്യമില്ല.
ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ്. ഡിറൈവ്ഡ് എന്നുള്ള ടേമിൽ തന്നെയാണ് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഡേറ്റ ടൈപ്പുകൾ. അതായത് നിലവിലുള്ള ഡേറ്റ ടൈപ്സ് വെച്ചിട്ട് പുതിയതായിട്ട് കുറച്ച് വേറെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയാൽ നമുക്ക് എന്തായി മാറ്റാൻ പറ്റും? ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ് ആക്കി മാറ്റാനായിട്ട് പറ്റും. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ അറേസ് ഉണ്ട്, പോയിൻറ്റേഴ്സ് ഉണ്ട്, ഫങ്ഷൻസ് ഉണ്ട്. ഈ അറേസ് എന്താണെന്നൊക്കെ വളരെ ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതായത് അറേ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഒരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരൊറ്റ ഡേറ്റ മാത്രം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് വേരിയബിൾ എങ്കിൽ അറേക്കകത്ത് ഒന്നിൽ കൂടുതൽ ഡേറ്റാസിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും. അതിന് ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട് പോലെ തന്നെയുള്ള ഡേറ്റ ടൈപ്പ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ് തന്നെ വെച്ച് ഡിക്ലെയർ ചെയ്യുന്ന മറ്റൊരു മറ്റൊരു ടൈപ്സ് എന്ന് തന്നെ പറയാം, അറേസിനെ പറയാൻ പറ്റും. അതുപോലെ തന്നെ പോയിൻറ്റേഴ്സ് ഉണ്ട്. പോയിൻറ്റേഴ്സും നമുക്ക് പഠിക്കാനുണ്ട് മുന്നോട്ട് പോകുമ്പോൾ. ഫങ്ഷൻസ് ഉണ്ട്. ഫങ്ഷൻസ് എന്താണെന്നും നമുക്ക് വഴിയെ പോകാം. ആൻഡ് തേർഡ് വൺ എന്ന് പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ്. എന്താ യൂസർ ഡിഫൈൻഡ്? ആ പേര് തന്നെ വ്യക്തമാക്കുന്ന എന്താണ്? യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഡേറ്റ ടൈപ്പുകളെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിന് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറുണ്ട്, യൂണിയനുണ്ട്, ക്ലാസ് ഉണ്ട്. നമ്മൾ സി ലാംഗ്വേജ് പഠിക്കുമ്പം അതിൽ പഠിക്കുന്നതാണ് സ്ട്രക്ചറും യൂണിയനും. മെയിനായിട്ടും സിക്കകത്താണ് ഈ സ്ട്രക്ചറും യൂണിയനും യൂസ് ചെയ്യാറുള്ളത്. CPPയിലേക്ക് പോരുമ്പം നമുക്ക് ആവശ്യമുള്ളത് ക്ലാസ് എന്നുള്ള ഡേറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് CPP എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. അതുകൊണ്ട് ഒബ്ജക്റ്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കേസും നമ്മൾ പഠിക്കുന്നത് ക്ലാസ്സിനുള്ളിലാണ്. ഈ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻറ്റും വേണ്ട, ക്യാറും വേണ്ട, ഒന്നും വേണ്ട. അതിന് നമുക്ക് സ്ട്രക്ചർ എന്നുള്ളൊരു കീവേഡ് വെച്ചിട്ടാണ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുക. പക്ഷേ ആ സ്ട്രക്ചർ എന്നുള്ള ആ ഒരു സെറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം അതിനുള്ളിലുള്ള ടൈപ്സ് ഓഫ് ഡേറ്റകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട് പോലെ തന്നെയുള്ള ആ ഒരു സെറ്റ് തന്നെ ആയിരിക്കും. അതാണ് നമുക്ക് സ്ട്രക്ചർ എന്താണെന്നൊക്കെ മുന്നോട്ട് പോകുമ്പം ഓരോ സെറ്റായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച സെഷനിൽ ഡേറ്റ ടൈപ്സ് ആണ് പഠിച്ചത്. അപ്പം ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതിൽ നമുക്കിനി ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം. അപ്പം വേരിയബിൾസിലേക്കൊക്കെ പോരുമ്പം വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ ഡേറ്റ ടൈപ്സ് എന്തിനായിരുന്നു നമ്മൾ പഠിച്ചതെന്നുള്ളത് അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഡേറ്റ ടൈപ്സിനെ പറ്റി പഠിക്കുന്നതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്ന് ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പം എന്തിനാണ് എന്നുള്ള കാര്യം നമുക്ക് വേരിയബിൾസും അതുപോലെ തന്നെ അറേസും ഒക്കെ പഠിക്കുമ്പം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ.